യെസ്, നമ്മുടെ ആംഗ്രി ബേഡിൽ സ്ട്രൈക്ക്. യെസ്. ഉയ്യോ, അത് സാധനം കണ്ടു. യെസ്, ഷോട്ട്. യെസ്, യെസ്, നൈസ്. യെസ്, അടിച്ചു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് റബ്ബർ ഫ്രോഗിൽ റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ഒരു കിടിലെ വുഡ് ഫ്രോഗ് ഞാൻ പരിചയപ്പെടുത്തരാം. ഇവരാണ് ആയിട്ട് നമ്മുടെ റിയൽ വാരൻ്റെ ആംഗ്രി ബേർഡ് എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഈ ഒരു വുഡ് ഫ്രോഗ് നമ്മുടെ കൈ കിട്ടിയപ്പോൾ നമ്മൾ ഭയങ്കര നെഗറ്റീവ് അടിച്ചിരുന്നു. കാരണം ഇത് വുഡ് ഫ്രോഗ് അല്ലേ, താന്നു പോകും, മീനെ കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ നമുക്ക് ഇവത്തിൽ കിടില റിസൾട്ടായിരുന്നു. ഇഷ്ടം പോലെ മീനെ കിട്ടി, ചെറുമീനെ കിട്ടി, വരാലും കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് വെറും 7 ഗ്രാമേ ഉള്ളൂ. അതായത് നമുക്ക് കുഞ്ഞി വരാനിലൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടില വുഡ് ഫ്രോഗാണ്. അതിനൊക്കെ തന്നെ 6 സെൻറ്റിമീറ്റർ മേളിൽ നീളവും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു പാക്കിംഗ് ഉണ്ടോ, റിയൽ വയറിൻ്റെ പാക്കിംഗ് നല്ല ക്വാളിറ്റി പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് സംഭവം പുറത്തെടുത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോണേ, ഇവനാണ് നമ്മുടെ ആംഗ്രി ബേർഡ് വരുന്നത്. കണ്ടില്ലേ, ഫ്രണ്ടിലൊരു വാ ഷേപ്പ്, നല്ല വാ തുറന്ന ഒരു മീനിൻ്റെ ഷേപ്പ് വരുന്നതുകൊണ്ടാണ് തന്നെ വെള്ളത്തിൽ തട്ടി ബ്ലൂ 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 എന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പാക്കിൽ ഇതുണ്ടല്ലോ നല്ല കാർബൺ സ്റ്റീൽ ഹുക്കാണ് വരുന്നത്. നല്ല കിടില ഹുക്കപ്പ് കിട്ടുന്നുണ്ട്. ജസ്റ്റ് തൊട്ടാൽ തന്നെ നമ്മുടെ കൈ കയറുന്നതാണ്. മീൻ ജസ്റ്റ് അടിച്ചാൽ തന്നെ നമുക്ക് മീൻ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഗൈസ്, ഇത് കണക്കത്തെ വുഡ് ഫ്രോഗിൽ ഈ ഒരു 360 റോളിംഗ് കിട്ടുവാണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് മീൻ അടിച്ചാൽ വേസ് സൈഡിൽ നിന്നാലും നല്ല ഹുക്കപ്പ് കിട്ടും. ഇതിൻ്റെ എനിക്ക് ആ ഒരു പ്രത്യേകത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ചില വുഡ് ഫ്രോഗിൽ ഇങ്ങനെ കറങ്ങാറില്ല. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ അടിച്ച് ചിലപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അടി വരുന്നെങ്കിൽ നമുക്ക് മീനെ കിട്ടാറില്ല. അപ്പം എന്തായാലും ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ട്. നേരെ ആ ഒരു വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഈ നമ്മൾ രാവിലെ നല്ല കിടിലൊരു സൺറൈസ് ഒക്കെ കണ്ടിട്ട് നേരെ നമ്മൾ ആംഗ്രി ബേർഡ് കാസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ സൺറൈസ് കാണിച്ചാൽ മതി. ഇതെന്ത് നൈസ് ഒരു വ്യൂ അല്ലേ. നേരെ സ്പോട്ടിലോട്ടോ. യെസ്, വിഷോൺ. യെസ്, നമ്മുടെ ആംഗ്രി ബേർഡിൽ ഫസ്റ്റ് മീൻ അണ്ണം പറഞ്ഞ സ്പോട്ടിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. പിന്നെ മീനാണെന്ന് അറിയത്തില്ല. എൻ്റെ അടിയ അണ്ണം പറഞ്ഞ കാര്യമാണ് കേട്ടോ. അത് എൻ്റെ അമ്മ സീസാരം. ഉയ്യോ, എൻ്റെ ഐറ്റം അല്ലേ ഗൈസ്, എൻ്റെ സൈസ് കണ്ടോ. ഉയ്യോ, ഹെവി സാധനം. യെസ്, ഫിഷോൺ ഗൈസ്, ഫിഷോൺ. അത് മീനടിച്ചടാ നമ്മുടെ ആംഗ്രി ബേർഡിൽ. നമ്മളൊരു ഫസ്റ്റ് മീൻ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അല്ല, ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ ഫസ്റ്റ് മീൻ. പണിയത് ഗൈസ്, കടയിൽ കൊണ്ട് കുത്തിയിട്ടുണ്ട്. ഉയ്യോ, അത് സാധനം കണ്ടു. ഈ സാധനം എൻ്റെ ഗൈസ്, ഇതിൻ്റെ വലുപ്പം കണ്ടു. ഒരു അയ്യോ, ഇതൊരുമാതിരി ജായിൻ്റ് ആംഗ്രി, എന്തായാലും ഒരു 1.5 കിലോ സൈസ് കാണും കേട്ടോ. ചേട്ടാ അത് ലിപ് ഗ്രിപ്പർ ഇട്ട് പിടിച്ച് കാണിച്ചാണോ മീനെ. കിടില മീൻ ഇങ്ങോട്ട് കാണിക്കുക ഗൈസ്. ഇത് കണ്ടോ, എന്തായാലും ഒരു 1.5 കിലോ കാണും കേട്ടോ. കിടില വരാല്, കിടില സാധനം. അങ്ങോട്ട് മാറി സീ സാധനം നമ്മുടെ ആംഗ്രി ബേർഡ് ഇരിക്കുന്നുണ്ടോ. ചേട്ടാ വാ തുറന്നടാ. ഉണ്ടോ ആംഗ്രി ബേർഡ് ഇരിക്കുന്നത്, അടിച്ച് അണ്ണാക്കിയിട്ട് സീ വരാല്. ഓക്കെ, അയ്യോ ഫൈനലി ഗൈസ് നമ്മുടെ ആംഗ്രി ബേർഡ് ഊരി എടുത്തിട്ടുണ്ട്. സാധനം കണ്ടല്ലോ, കിടില ഹുക്കപ്പ. ഇതാണ് സാധനം. കണ്ടോ, അച്ചാനെ കൂടി സഹായിച്ച് നമ്മളത് മീനെ ഊരി എടുത്ത് കട്ട് പറ്റി. അതേണ്ട കിറ്റ് തേണ്ടതാ ഈ സാധനം കിറ്റ്. കിടില വരാലത്. പഴുത്തിട്ടൊന്നും ഇഷ്ടമൊന്നും പറിച്ചു പഴുത്തിട്ടുണ്ട് മനുഷ്യരെ. സീസാണ്. Strike you.
യെസ് ഷോൺ. അത്യാവശ്യം കൊള്ളാൻ നിർത്തനെ കിട്ടിയിട്ടുണ്ട്. യെസ് ഫിഷോ. അത് കണ്ടു ഗൈസ്, തൊണ്ടോന്ന് അറിയത്തില്ല, എന്തായാലും ഉണ്ട്. നമ്മുടെ ആംഗ്രി ബേർഡിൽ അയ്യോ ഉപ്പ സാധനം ഗൈസ്, കുഞ്ഞ വരാല് അടിച്ചാൽ നന്നാക്കിയിട്ടുണ്ട്. നമ്മളത് കുഞ്ഞു വരാൻ്റെ വായിക്കകത്ത് നിന്ന് നമുക്ക് ഉപ്പ് റിമൂവാക്കിയിട്ടുണ്ട്. കുഞ്ഞ സാധനങ്ങളാണ് ഒലീസിയോ. അപ്പോൾ ഈ നമ്മളിന്നത്തെ ഫസ്റ്റ് കാസ്റ്റ്. യെസ് ഷോട്ട്. ഗൈസ് നമ്മളത് ആംഗ്രി ബേർഡിൽ ഇന്നത്തെ ഫസ്റ്റ് മീനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാമെന്ന് വരാല്, കിട്ടിലൊരു നാളെ വരാല് അമ്മച്ചി. എന്നാല് ആംഗ്രി ബേർഡ് അത്യാവശ്യം ഒരു 1 കിലോ പ്ലസ് വരുന്ന വരാല് കേട്ടോ. ഇങ്ങനെ കാണിച്ചിട്ടേ ഫ്രോ ഇരിക്കുന്നുണ്ടല്ലോ ആംഗ്രി ബേർഡ്. ഇങ്ങനെ ഉണ്ടല്ലോ, ഇത് ഭംഗിയുള്ള വരാൻ. അതെ, നേരെ ഇങ്ങനെ സഞ്ചിക്കകത്തോട്ടാക്കാം. ഫൈനലി ഗൈസ് നമ്മളത് ഊരി എടുത്ത് കേട്ടോ. പെട്ടുപോയ ഹുക്കപ്പായിരുന്നു, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാക്കിലായിരുന്നു കയറിയിരിക്കുന്നത്. ഇത് നമ്മൾ ഹുക്ക് റിമൂവ് ചെയ്യുന്നതനുസരിച്ച് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ അത് ലോക്കായി പോകുന്നുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ഫസ്റ്റ് മീനത് ഹുക്ക് റിമൂവ് ആക്കി നേരെ സഞ്ചിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മീനെ പിടിക്കാം. ഓക്കെ, സാധനത്തിൻ്റെ ഹുക്കപ്പ് കിട്ടുക കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഹുക്കപ്പ്. യെസ്, അടിച്ചടിച്ച് വീട്ടിലെ വരാല്. ഏകദേശം കൊള്ളാൻ മതി വരാല്. ഇതുകൊണ്ട് വീണ കേട്ടോ, കറക്റ്റ് വളർത്ത് വരാല. കിഡിലെ ഹുക്കപ്പ് നമ്മളെ CMX ആട്ടോ.